ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, വേറെ ഒറ്റ കറിയും വേണ്ട. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിവിടെ കോവയ്ക്ക കൊണ്ട് വെക്കുന്നത് കോവയ്ക്ക പുളി റോസ്റ്റാണേ. അപ്പം നല്ല നാടൻ കോവയ്ക്ക തന്നെ വേണം. നാടൻ അല്ലെങ്കിൽ തന്നെ നല്ല ഇതേപോലെ പച്ച കോവയ്ക്ക വേണം. അപ്പോൾ എനിക്കിവിടെ നല്ല നാടൻ പച്ച കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു ഇട്ട് നമ്മൾ കടുക് പൊട്ടിക്കണം. അതിന് ശേഷം ഉഴുന്നുപരിപ്പും വറ്റലും മുളകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കോവയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, കോവയ്ക്കായും ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക്, എരിയുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിക്ക അനുസരിച്ച് പച്ചമുളക് ഇടാം. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് അടച്ചു വെക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കോവയ്ക്ക ഒന്ന് വാടിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും, പിന്നെ നമ്മളിവിടെ ഇതിന് ചേർക്കുന്ന മസാലയെന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ്. വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അപ്പോൾ സാമ്പാർ പൊടി ഞാൻ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ പുളിയുടെ വെള്ളം ഒഴിക്കണമല്ലോ, പുളി റോസ്റ്റ് അല്ലേ. അപ്പോൾ പുളിയുടെ വെള്ളം കൂടി പോകരുത്. ഞാൻ 1 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഈ പുളിവെള്ളത്തിനകത്ത് ഒന്നുകൂടെ കിടന്ന് വേവണം. അപ്പോൾ അത് അടച്ച് വെക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒട്ടും കൂട്ടി വയ്ക്കല്ലേ, കരിഞ്ഞു പോകും. കോവയ്ക്ക ഇപ്പോഴ് പുളിയുടെ വെള്ളത്തിലൊക്കെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റാണെങ്കിൽ ഇതിനകത്ത് 1 ടീസ്പൂൺ ശർക്കര ഇടണം. അപ്പോൾ പുളിയായി, മധുരമായി, ഉപ്പായി എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അതിൻ്റെ കൂടെ ആ ഉഴുന്നുപരിപ്പിൻ്റെ കടിക്കാനും കൂടെ കിട്ടും. അടിപൊളി ടേസ്റ്റാണെന്നേ. ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ പുളി ചേർത്തത് കൊണ്ടാണ് ശർക്കര ചേർത്തേക്കുന്നത്. അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗറും ശർക്കരയും അവോയ്ഡ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.